കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലായിരുന്നു. യു.ഡി.എഫിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിലും എൻ.ഡി.എക്ക് വേണ്ടി സി. കൃഷ്ണകുമാറും എൽ.ഡി.എഫിന് വേണ്ടി പി. സരിനും വാശിയോടെ മത്സരിച്ചു. തങ്ങളുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് മൂന്ന് മുന്നണികളും ഒരുപോലെ അവകാശപ്പെടുന്നു. പാലക്കാട് എം.എൽ.എ ആയിരുന്ന ഷാഫി പറമ്പിൽ വടകരയിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചതിനെ തുടർന്ന് ഒഴിവുവന്ന പാലക്കാട് സീറ്റ് നിലനിർത്തുക എന്ന അഭിമാന പോരാട്ടത്തിലാണ് കോൺഗ്രസും യു.ഡി.എഫും ഇത്തവണ കളത്തിലിറങ്ങിയത്. ബി.ജെ.പി ആകട്ടെ സംസ്ഥാന അതിർത്തിയോട് ചേർന്നുള്ള ഈ മണ്ഡലത്തിൽ 3800-ലധികം വോട്ടിന് കഴിഞ്ഞ തവണ മണ്ഡലം നഷ്ടപ്പെട്ടതിൻ്റെ വേദന മറികടക്കാനുള്ള ശ്രമം ശക്തമായി തന്നെ നടത്തി. ഇടതുമുന്നണിയാവട്ടെ കോൺഗ്രസിൽ നിന്നും അടർത്തിയെടുത്ത പി. സരിനെ സ്ഥാനാർത്ഥിയാക്കി മണ്ഡലം തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള അടവും പ്രയോഗിച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ പാലക്കാട് തങ്ങൾ വിജയിക്കുമെന്ന പ്രതീക്ഷ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടു. അവസാന ലാപ്പിൽ ബി.ജെ.പിയുടെ വക്താവും പ്രമുഖ നേതാവുമായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസ് ക്യാമ്പിലെത്തിയത് ബി.ജെ.പിയുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ സംഘപരിവാർ സംഘടനകളെ കൂടുതൽ ഉഷാറാക്കി എന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ആർ.എസ്.എസിൻ്റെ നേതൃത്വത്തിൽ സംഘപരിവാർ സംഘടനകൾ ഒന്നിച്ചു നടത്തിയ പ്രവർത്തനങ്ങൾ ബി.ജെ.പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ വിജയത്തിലേക്ക് നയിക്കുമെന്നാണ് ബി.ജെ.പി ക്യാമ്പ് ഉറച്ചു വിശ്വസിക്കുന്നത്. തൃശൂർ പാർലമെൻറ്റ് സീറ്റിന് പിന്നാലെ പാലക്കാടും താമര വിരിയുന്നത് അവർ സ്വപ്നം കാണുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം യു.ഡി.എഫ് വിജയപ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അവസാന നിമിഷം ചില അടിയൊഴുക്കുകൾ ഉണ്ടായതായി നേതാക്കൾ സംശയിക്കുന്നു. ബി.ജെ.പിക്കും കോൺഗ്രസിനും സ്വാധീനമുള്ള പാലക്കാടിൻ്റെ നഗരമേഖലയിൽ വോട്ട് ശതമാനം വർദ്ധിച്ചത് ഏത് സ്ഥാനാർത്ഥിക്കാണ് കൂടുതൽ അനുകൂലമെന്ന് കണ്ടറിയാനിരിക്കുന്നതേയുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ 15,000 വോട്ട് വരെ ലീഡിൽ വിജയിക്കുമെന്നാണ് ആദ്യഘട്ടത്തിൽ യു.ഡി.എഫ് അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ വിജയിക്കുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഇപ്പോൾ നേതാക്കൾക്കുള്ളത്. മണ്ഡലത്തിലെ പകുതിയിലേറെ വോട്ട് നഗരസഭാ പരിധിയിലായതിനാൽ നഗരത്തിൽ നേടുന്ന ലീഡ് മുന്നണികൾക്ക് നിർണായകമാകുന്ന മണ്ഡലം കൂടിയാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ മത്സരം ബി.ജെ.പിയും കോൺഗ്രസും തമ്മിലാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ നിന്ന് മാത്രം 34,143 വോട്ട് നേടാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു. രണ്ടാം സ്ഥാനത്തെത്തിയ കോൺഗ്രസിന് ലഭിച്ചതാകട്ടെ 27,905 വോട്ടും. ബി.ജെ.പിക്ക് 6,238 വോട്ടിൻ്റെ ലീഡ് അന്ന് ലഭിച്ചു. മൂന്നാം സ്ഥാനത്തെത്തിയ സി.പി.എമ്മിന് കിട്ടിയത് 16,455 വോട്ട് മാത്രം. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥിതിക്ക് ചെറിയ മാറ്റമുണ്ടായി. നഗരസഭയിൽ ബി.ജെ.പി ലീഡ് 497 വോട്ടിൽ ഒതുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. ബി.ജെ.പി സ്ഥാനാർത്ഥിയുടെ വോട്ടിൽ 4,788 വോട്ടിൻ്റെ കുറവുണ്ടായി. പാർട്ടി അന്ന് നേടിയത് 29,355 വോട്ട് മാത്രം. കോൺഗ്രസ് പെട്ടിയിൽ 28,858 വോട്ട് വീണു. 953 വോട്ടിൻ്റെ വർധന. സി.പി.എം വോട്ടിൽ വലിയ ഏറ്റക്കുറച്ചിലുണ്ടായില്ല. ഇടത് സ്ഥാനാർത്ഥിക്ക് 16,356 വോട്ട് ലഭിച്ചു. സഭയിൽ ബി.ജെ.പിയും യു.ഡി.എഫും മുന്നിലെത്തുന്നതിനാൽ മണ്ഡലത്തിൽ 1ഉം 2ഉം സ്ഥാനത്തിനായുള്ള മത്സരം കോൺഗ്രസും ബി.ജെ.പിയും തമ്മിലാണ്. ഇവിടെ 10,000-ലേറെ വോട്ടിന് പിന്നിലായതിനാൽ പഞ്ചായത്തുകളിൽ മുന്നിലെത്തിയാലും ഇടതു മുന്നണിക്ക് വിജയപ്രതീക്ഷ ഏറെ അകലെയാണ്. നഗരസഭയിൽ 7,000-ലധികം വോട്ടിൻ്റെ ലീഡ് നേടിയാൽ മാത്രമേ ബി.ജെ.പിക്ക് വിജയപ്രതീക്ഷ നിലനിർത്താൻ കഴിയൂ. കഴിഞ്ഞ തവണ മെട്രോമാൻ ശ്രീധരൻ ഷാഫി പറമ്പിലുമായി ഏറ്റുമുട്ടിയപ്പോൾ 8,000-ലധികം വോട്ടുകൾ ബി.ജെ.പിക്ക് പോൾ ചെയ്യപ്പെടാതെ പോയി എന്നാണ് അവർ പിന്നീട് വിലയിരുത്തിയത്. ഇത്തവണ അത് പരിഹരിച്ചിട്ടുണ്ടെന്നാണ് നേതാക്കൾ തെരഞ്ഞെടുപ്പിന് ശേഷം ആത്മവിശ്വാസത്തോടെ പറയുന്നത്. ഫലത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മത്സരം യു.ഡി.എഫും ബി.ജെ.പിയും തമ്മിലായി മാറി. ആദ്യഘട്ടത്തിൽ തീർത്തും പിന്നോട്ടു പോയ ബി.ജെ.പി ഇപ്പോൾ നല്ല വിജയപ്രതീക്ഷയിലാണ്. യു.ഡി.എഫ് ആകട്ടെ പാലക്കാട് വിജയിക്കുമെന്ന് തന്നെ കരുതുന്നു. ഇതിനിടയിൽ അട്ടിമറി വിജയത്തിന് സരിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. സഭയിൽ ബി.ജെ.പിയും യു.ഡി.എഫും